ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ നമ്മള് പുതിയ ചലഞ്ച് ഒന്നും ആയിട്ടല്ല വന്നേക്കുന്നേ. എന്തൊരു ചലഞ്ച് അല്ല, ഞാന് കുറച്ച് ഫീമെയിൽ പ്രോഡക്ട്സ് കുറച്ച് ഇമേജുകൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് ഞാൻ നിന്നെ കാണിക്കും. അത് നീ എന്താണെന്നുള്ളത് പറയണം. ഓരോ ഇമേജസ് നീ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നീ പറയണം. കാരണം നിനക്ക് ഇപ്പൊ ഒരു ഭാര്യയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഇവൻ ആ ഫീമെയിൽ പ്രോഡക്ട്സിൽ ഏതെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. എനിക്ക് തോന്നുന്ന ചിലതൊക്കെ പറയുമായിരിക്കും, പക്ഷെ ചിലതൊന്നും ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പം നേരെ നമുക്ക് ആദ്യത്തെ ഇമേജിലോട്ട് പോവല്ലേ. അപ്പം ഞാനിപ്പൊ ഫസ്റ്റത്തത് കാണിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യരുത്, സൂം ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. ഇത് എനക്കറിയാം. എന്താ ഇത്? സ്പോഞ്ച്. എന്ത് സ്പോഞ്ച്? ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫേസില് മേക്കപ്പ് ചെയ്യുമ്പോ മറ്റേ ഫൗണ്ടേഷൻ ഒരു പൗഡർ പോലത്തെ സാധനം ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഏകദേശം. പക്ഷെ പൗഡർ അല്ല, ഇത് ആക്ച്വലി ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. നമ്മള് ഫൗണ്ടേഷൻ ഒക്കെ ഇങ്ങനെ നീ പറഞ്ഞ പൗഡർ എന്നാ ഞാൻ ആദ്യം വിചാരിച്ചത് ഫൗണ്ടേഷൻ. എനിക്കതിന് പേര് കിട്ടുന്നില്ല. ഞാനതാ മറ്റേ പൗഡർ എന്ന് പറയുന്നത്. പൗഡർ അല്ല, ഫൗണ്ടേഷൻ. ഞാൻ ഈ പൗഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫൗണ്ടേഷൻ. ഇവന് ഫൗണ്ടേഷൻ ഏതാ പൗഡർ ഏതാന്ന് ഇതുവരെ അറിഞ്ഞൂടാ. ഇല്ലേ മോനെ? ഇല്ല, ഫേസ് ലോഷൻ കണ്ടാലും പറയും ഫൗണ്ടേഷൻ. അപ്പം ഏകദേശം ഒക്കെ അടുത്ത് വന്നത് കൊണ്ട് വിട്ടുകൊടുത്തേക്കാം. അത് ശരിയാ. ഒന്ന് നെക്സ്റ്റ് സാധനം, ഇത് ചിലപ്പോ പറയുവേ. ഇത് എനക്കറിയില്ല. ഇത് മറ്റേ മെൻസ്ട്രൽ കപ്പ്. അതെ, എന്തിനാ യൂസ് ചെയ്യുന്നത്? പീരീഡ്സിന്റെ ടൈമില്. മനസ്സിലാവും. അപ്പൊ ഇത് പറഞ്ഞു, വേഗം പറഞ്ഞു. ഇത് എടുക്കണ്ടായിരുന്നു, കുറച്ച് കട്ടിയുള്ള സാധനങ്ങൾ എടുക്കാനുള്ളത്. മെഡിക്കൽ ഫീൽഡിലുള്ള എന്നോടാണ് ഇവൾ ഇത് പറയുന്നത്. എന്നാ ഇതെന്താന്ന് പറ, പേര് പറയണം, കറക്റ്റ് പേര് പറയണം. ഇതാ, ഇത് മാർസ്. അത് കമ്പനീന്റെ പേര്. ഇത് എന്താണ് സാധനം? ഇതൊരു പ്രത്യേക ഇതാണ്. അത് നിന്റെ അതിന്റെ വില പോവില്ല. ഇതെന്താ സാധനം അത് പറയണം. ഇത് എനിക്ക് തോന്നുന്നത് കണ്ണിന്റെ നോക്കല്ലേ. അതായത് ഇത് കണ്ണ് ഫിറ്റ് ചെയ്യാനാ? എന്തിനാന്ന് പറഞ്ഞ എന്താ സാധനം? ഇത് ഐലൈനർ മാതിരിയുള്ള ഒരു സാധനമാണ്. ഇതാ ഈ കളറില അല്ല, നമ്മളെ കണ്ണിന്റെ മേലെല്ലാം ഇങ്ങനെ ഒരു മേക്കപ്പിനെല്ലാം നമ്മൾ തേക്കൂലേ? എന്ത് മേക്കപ്പിന്റെ ഒരു സാധനം തേക്കൂലേ നമ്മളിങ്ങനെ കണ്ണിന്റെ? അതല്ല അല്ലേ? ഒന്നും ഒരു ചാൻസ് കൂടെ തരാം. ഒന്നും കൂടെ ആലോചിച്ച് നോക്കുന്നത് എന്തായിരിക്കും. ശബ്ദവും പറയാൻ ചാൻസ് ഇല്ല, ഇവൻ എങ്ങനെ കാണാൻ ചാൻസ്? ഒന്നാമത്തെ കാര്യം എന്റെ അറിഞ്ഞൂടാ. ഇത് കൺസീലർ ആണ്. കൺസീലർ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, ഈ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അതല്ലേ ഞാൻ പറഞ്ഞത്, കണ്ണിന്റെ അവിടത്തേക്ക്. കണ്ണിന്റെ മേലെ ഇവ ഉദ്ദേശിച്ചത് ഐഷാഡോയാണ്. അതാണ് ഇവ ഉദ്ദേശിച്ചത്. കണ്ണിന്റെ മേലെ ഉദ്ദേശിക്കുന്നത് കൺസീലർ അല്ലേ? ഇവ മേലെ ആവുമ്പോ താഴെയും വിടുന്നില്ല. അപ്പൊ അത് പൊട്ടി. ഇനി അടുത്ത സാധനം ഇതെന്താ? നിന്റെ മനസ്സിൽ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നേ പറ. ഇത് പീരീഡ്സിന് വെക്കുന്ന. ഇതാ ഇത്ര ചെറുതാ, ഈ കളറിൽ ഇത്ര നൈസായിട്ടുള്ള സാധനം വെക്കുന്ന? അല്ല, ഇത് എന്തരാണ് പറ. ഇത് ഇതായിരിക്കും. ഏതായിരിക്കും? വാക്സ് എങ്ങാനാ? വാക്സ് അല്ലേ? എന്ത് വാക്സ്? വാക്സ്. ഇത് നമ്മളെ ഇവിടെ പറിച്ചെടുക്കുന്ന സാധനല്ലേ അല്ലേ? ഇത് നമ്മളെ ഹെയർ റിമൂവ് ചെയ്യുന്ന അതും പറഞ്ഞ്. അടുത്ത സാധനം ഇതെന്താ? ഇത് പറയൂ. ഇത് പറയാൻ പൊട്ട സാധനം. മുടി കുറിക്കുന്ന കത്രിക പോലത്തെ ഒരു സാധനം. കത്രികന്റെ ഷേപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ. എന്താന്ന് പറ. കത്രികന്റെ ഷേപ്പാണ്. കട്ട് ചെയ്യുന്ന ഒരു സാധനല്ലേ? എനിക്കറിഞ്ഞൂടാ. എന്നൊരു ഞാൻ പറയാം. ഒന്നുമില്ല. ഇതൊന്നും ഞാൻ ഇവളേലൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനിത് ചെയ്തിട്ടില്ലെങ്കിലും നീ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ വലിയ സാധനം നീ ഒരു മെഡിക്കൽ ഫീൽഡ് അല്ലേ? മെഡിക്കൽ ഫീൽഡല്ലേ? ഒന്നും കണ്ടിട്ടില്ല. ഞാനതല്ല ചോദിച്ച കത്രികയാണോ? എന്താ ഇതെല്ലാം ഉപയോഗിക്കൂ? ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇതെല്ലാം ഉപയോഗിക്കും. എന്താണിത്? എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഭംഗിയുള്ളണ്ടേ, ഞാൻ ഇവ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇത്
ഇതല്ല, ഇതിന്റെ പേരുണ്ട്, അത് പറ. ഇത് കട്ടർ. കട്ടർ എന്താ മുറിക്കുന്ന ഒരു സാധനം, കട്ടറാണ്. ഇത് എവിടെ ആയിരിക്കും ഉപയോഗിക്കുന്നതെന്നെങ്കിലും ഒന്ന് പറയോ? എവിടെ ആയിരിക്കും? എന്റെ ഗസ് അനുസരിച്ച് ഇത് എവിടെ ആയിരിക്കും ഉപയോഗിക്കുന്നതെന്ന് പറയല്ലേ? ചെവിക്കാ? ഈ സാധനം ചെവിക്കകത്ത് കയറും? അല്ല, എന്തെങ്കിലും ചെവിക്കുന്ന രോമം ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലത്തെ. ഇതിനൊക്കെ രോമം അങ്ങനെ ഉണ്ടാവില്ലല്ലേ? അല്ലല്ലേ, പിള്ളേച്ചനാ ചെവിയിൽ രോമം. അറിഞ്ഞൂടാ. എന്നാ ഇത് ഐലാഷസിന്റെ കേൾസ് ചെയ്യൂല നമ്മളിങ്ങനെ ഇങ്ങനെ. ഓ, നിന്റെ മറ്റേ ബ്രൈഡൽ ഇതിനെല്ലാം ചെയ്ത പോലത്തെ ടൈപ്പ് സാധനം. ഇങ്ങനെ കേൾ ചെയ്തെടുക്കൂലേ നമ്മളിങ്ങനെ മേൽ. ഇതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മനസ്സിലായി. അപ്പൊ അത് പൊട്ടിയേ, കട്ട് ചെയ്ത് അടുത്ത സാധനം. ടോർച്ച. അത് ലൈറ്റ്. ഇത് സ്പ്രേ. ഇതാ, ഇതെന്ത് സ്പ്രേയുടെ? ഇത് മൂട്, മറ്റേ അതിന്റെ സ്പ്രേ. മൂടും പാലും ഒക്കെ ഉണ്ട്. ഇതെന്താ സാധനം എന്ന് പറ. ഇതെന്തരാണ് സാധനം? സിഗരറ്റ് ലൈറ്റാ? അല്ലടാ, സിഗരറ്റ്. കണ്ടിട്ട് അങ്ങനെ തോന്നണക്ക്. ഇതെന്നാ ഇത് ലിപ്സ്റ്റിക്കാ? ഈ കളറിലെ അല്ല, ഇത് മൂടല്ലേ? അത് ഓപ്പൺ ആക്കിയാ പോരെ? ഇത് ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചേക്കേ. ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ഇതെന്നാ മേലെ എന്നാ മറ്റേ തീ വരുന്ന കുറ്റിയാ? ബീഡിക്കുറ്റി. പറ. ബീഡിക്കുറ്റി അതല്ല, ഇത് പറ. പറ. ഇതെന്താ അരക്കറിലൂടെ? ഇതാ ഒരു ക്ലൂതാ. ഇതിനൊരു ക്ലൂ തരണം. ഇത് സാധാ ഡബ്ബ പോലത്തെ അരക്കലിനടിക്ക് അത്തറിന്റെ ബോട്ടിൽ പോലെയേ ഉള്ളൂ. എന്തെങ്കിലും ക്ലൂതാ? ഇത് അങ്ങനെ ക്ലൂ തന്നാ പറഞ്ഞോ? പിന്നെ ക്ലൂ ഇല്ലാണ്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ളൊരു സാധനം കളയാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം. പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നീ ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കും. ഇത് അങ്ങനെ നീ ആ ക്ലൂ കിട്ടിയോണ്ട് ഞാൻ ഗസ് അടിക്കുന്നതാണ്. ശരിയാണോ നിനക്ക് അറിഞ്ഞൂടാ, എന്നാല് ഗസ്. അതായത് എന്തെങ്കിലും പിമ്പിൾസോ അല്ലെങ്കിൽ മറ്റേ കറുത്ത എന്തെങ്കിലും? അല്ല, നമ്മുടെ ഈ ഹെയർസ് ഒക്കെ ഇല്ലേ, റിമൂവ് ചെയ്യുന്ന ഒരു സംഭവം. ഇതിന്റെ തുമ്പ് വെച്ചിട്ടിങ്ങനെ. ഇതിന്റെ തുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ പറ്റും. ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റൂലല്ലോ. ഇതിങ്ങനെ ഇത് പ്രവർത്തന എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന എങ്ങനെയാന്ന് കൂടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞുതരൂല. കാരണം ഇവക്ക് അറിഞ്ഞൂടാ. എവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട് ഞാനും കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം കാണും. ഇത് ഹെയർ റിമൂവ് ചെയ്യുന്ന സംഭവം. അതെന്ത് ഇലക്ട്രിക്കൽ? എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഗേളായിട്ട് നമുക്ക് ചില സാധനങ്ങളൊന്നും അതിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്കും മനസ്സിലാവൂല, കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്നതല്ല. ഒരുപാട് കഴിഞ്ഞിട്ട് ബോയ്സ് ഉപയോഗിക്കുന്ന കുറച്ച് സാധനമായിട്ട് ഞാൻ വരും വേറെ ഏതെങ്കിലും വീഡിയോയില്. ആ സമയത്ത് നോക്കാലോ. ലൈൻ കട്ട്. അടുത്ത സാധനം ഇത് ഹെയർ ക്ലിപ്പ് എന്ന് പഠിച്ചോ? ഹെയർ ക്ലിപ്പ്, ക്ലച്ചർ എന്നൊക്കെ പറയാം. ക്ലച്ചറാ? അങ്ങനെയൊന്നും പേരില്ല. പണ്ട് മുതലേ ചെറുപ്പം മുതലുള്ള സാധനം അത് ഹെയർ ക്ലിപ്പ്. നമ്മളവിടെ ഇതിന് എന്താന്ന് പറയണ? അള്ള്. അയ്യേ, തലയിലിടുന്ന അള്ള്. അള്ളു മറ്റേതല്ലേ? അള്ളു വെക്കുന്ന അത് വേറെ, ഇത് വേറെ. നിങ്ങളെ അടുത്ത സാധനമേ. അപ്പൊ ഇതവൻ പറഞ്ഞു. ഇതെനിക്കറിയാന്ന് പറയാം. ഞാൻ വിചാരിച്ചു ഇത്രയും പൊട്ടത്തരങ്ങൾ ഒന്നും പറയാതിരിക്കുമ്പോ എന്തേലും ഒന്നും വേണ്ടേ പറയാം. ഞാൻ എത്ര പറഞ്ഞ ഇനി ഇത് വേറെ എന്തെങ്കിലും വണ്ടി ചെറുപ്പത്തിലുണ്ട് നിങ്ങൾ ടയർ ഇങ്ങനെ കളിക്കുന്ന. അത് മറ്റേ ടയർ വണ്ടി, മറ്റേ ചെരുപ്പിന്റെ സാധനം ഇളക്കി മുഖത്ത് യൂസ് ചെയ്യുന്നതാണ്, ഫേസിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഫേസ് വാഷ് എല്ലാം ഉപയോഗിച്ച് മുഖമെല്ലാം കഴുകിയിട്ട് പിന്നെ അതിന്റെ മേലെ മറ്റേ മാസ്ക് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനം. അതായത് ഫേസ് മാസ്ക് ഞാൻ ഇതെവിടെയോ കണ്ടിന്. അതായത് ഫേസ് മാസ്ക് ലെയർ ഏത് വീഡിയോ കണ്ടിരുന്നു തോന്നുന്നു, പരസ്യത്തില്. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് അതിനിങ്ങനെ പരത്തിയെടുക്കുന്നത്. മാസ്ക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് സെറ്റ് ആയിരിക്കാൻ വേണ്ടിട്ട് ഇത് വെക്കുന്നത്. സത്യത്തിൽ അതിനല്ല, ഇത് ഫേസ് മസാജിനാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫേസ് ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് നമ്മൾ അതിന്റെ മേലെ വെച്ചാൽ എല്ലാം കണക്ക് ഉണ്ട്. എന്നാലും അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്യും. ഫേസ് മസാജ് എനിക്കറിയുന്ന പോലെ ഞാനത് പറഞ്ഞത്. ഇട്ട് കൊടുത്തേക്ക. അടുത്ത സാധനം ഇതും പറയില്ല. ഇപ്പൊ പറയും പിയേഴ്സിന്റെ നോപ്പൊന്ന് അല്ലേ? പിയേഴ്സിന്റെ സോപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് മെഴുകൊന്നുമല്ല, ഇതൊരു സാധനം, കട്ടിയുള്ള സാധനം. കട്ടി ഭയങ്കര ഷേപ്പ് കണ്ടിട്ട് മൂക്കിലെങ്ങാനും വെക്കുന്ന തോന്നുന്നു. മൂക്കിന്റെ മേലെ ഇങ്ങനെ വെക്കുന്ന അല്ല, അതൊന്നുമല്ല. പല്ലി ചലച്ചേ? അത് ഞാൻ നീ ചലച്ച പല്ലി പിന്നെ ചലക്ക. അത് വാക്ക് എന്തിനാണ് നോക്ക്. ഇതൊരു സംഭവമാണ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറ. ഇത് എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? അതെങ്കിലും പറഞ്ഞു. ഇതെന്തായാലും മുഖത്ത് തന്നെ യൂസ് ചെയ്യുന്ന സാധനമാണ്.
അല്ലേ? അതെ. ആ അതായത് ഇത് കിട്ടി. സ്ക്രബ്ബർ. ഡബ്ബർ എന്നല്ല, സ്ക്രബ്ബർ അല്ല. ഇതിന്റെ എവിടെ നിനക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല, ഈ നല്ല മിനുസമായ സാധനമാണ്. ഇതിൽ സ്ക്രബ് ആയിട്ടുള്ള ഒന്നുമില്ല. എന്നാ മുഖം പോളിഷ് ചെയ്യുന്ന സാധനം. മുഖം പോളിഷ് ചെയ്യണം. ഈ ടൈൽസ് എല്ലാം പോലെ ഫേസിലാ യൂസ് ചെയ്യുന്നത്. ഫേസിലാ യൂസ് ചെയ്യുന്നത് ഞാനും പറഞ്ഞു. അത് ഏതാ എന്താ സംഭവം അറിയില്ല. അറിയില്ലല്ലോ. അറിഞ്ഞൂടാ. തോറ്റി. എന്നാ എന്തായിരിക്കും? എന്നാ പറ. നീ പറ. ഞാൻ തോറ്റിന്ന് പറഞ്ഞിട്ട് നീ പറ. ഇവക്ക് അറിഞ്ഞൂടാ. അയ്യേ, എനിക്കറിയാം. നിനക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം. നിനക്ക് എന്ത് തേങ്ങ അറിയാം? കുവാശ. ശരി, കുവാശ എന്ന് വെച്ചാൽ എന്താണ്? ഇവളിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയുന്നത്. നമ്മൾ ഈ ജോ ലൈൻസ് ഒക്കെ ഇങ്ങനെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഫേസിൽ കൂട്ടാൻ വേണ്ടിട്ട് ഇത് മസാജർ അല്ലേ, ഷേപ്പ് ആക്കുന്ന സാധനം. ഇതിങ്ങനെ ജോ ലൈൻസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും ജസ്റ്റ് ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ആ സാധനം. ഇനി ലാസ്റ്റ് സാധനം ഇത് നീ പറയും. ഇത് ഞാൻ വെറുതെ എടുത്തതാണ്. എന്നാ ഇത് പറയും കൈസ്, ഉറപ്പായിട്ട് അവൻ പറയും. ഇത് കൺപീലിക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്തോ തേക്കുന്നത്. പേര് ഐലൈനർ. ഐലൈനറാ? അല്ലല്ല, അല്ല, മാറിപ്പോയി. ഐലാഷ് കേളർ. അത് നേരത്തെ കാണിച്ച സാധനം. ഇങ്ങനെ ഇങ്ങനെ ആക്കണം. പിന്നെ ഇതെന്നാ ഐ തന്നെ യൂസ് ചെയ്യുന്നു. പേരതല്ല. പേരറിഞ്ഞൂടാ, പക്ഷെ ഉപയോഗം പറഞ്ഞിട്ടുണ്ട്. ഉപയോഗം പറഞ്ഞതിന് പോയിന്റ്. പേര് തന്നെ പറഞ്ഞു. മസ്കാര. മസ്കാര. ഓ, പക്ഷെ ഈ മസ്കാര എന്ന് പറഞ്ഞാൽ നീളമുള്ള ഒരു സാധനമില്ലേ? മസ്കാര നീളമുണ്ട്. ഇതിന്റെ അടപ്പ് മാത്രമേ ഇത്രയും നീളമുള്ള ഒരു കുപ്പിയും കൂടെ വരും. ഓ അങ്ങനെ. മുക്കുന്ന സാധനം ഇല്ലാണ്ട് ഈ മൂട് മാത്രം ഉണ്ടാ. പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? ഞാനിപ്പോ ഞാനിത് മൂടിയിട്ടുള്ളതാണ് തന്നിട്ടുള്ളത്. ഈ സാധനം നീ കാണുന്നില്ലെങ്കിൽ ഇത് എന്തിനാണെന്ന് പറയും. ലിപ്സ്റ്റിക് ആണെന്ന് പറയുന്നത്. ഇല്ല ഇല്ല, വെക്കൂല. ഞാൻ മൂടിയിട്ട് തന്നെ കാണിക്കാം. അപ്പൊ നീ ഇങ്ങനെ പറയാം, അങ്ങ് മൂടിയിട്ട് കാണിച്ച പൊട്ടനായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മൂടി തുറന്നത് കാണിച്ചത്. അപ്പൊ അത് കുറ്റം. നിങ്ങള് വലിയ ഡയലോഗ് അടിച്ചില്ലേ നേരത്തെ ഇൻട്രോ എടുക്കുമ്പോ? എന്താ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാണ്, ഭാര്യയാണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത്. ഒരു 6 എണ്ണം ഞാൻ അറിഞ്ഞില്ലേ? 4 എണ്ണം നിനക്ക് പോലും അറിയാത്ത സാധനം. എനിക്കറിയായിരുന്നു. നിനക്കെല്ലാം അറിയാലോ. ഗൂഗിൾ നോക്കിയാൽ ഇതെല്ലാം പുല്ല് പുല്ല് പറയും. എനിക്കാകെ ഗുവാശ എന്താണെന്ന് മാത്രം. ഗുവാശ അല്ല, ഗുവാശ ഗൂഗിളില്ല. അപ്പൊ ഗൈസ്, എന്തായാലും ചെക്കൻ 6 എണ്ണം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മെയിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഫീമെയിൽസ് ആണ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവരുടെ ജീനുകൾ അല്ലെങ്കിൽ ഈ ഒരു ജീവി വർഗത്തെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവന്മാരെ പ്രൊഡക്ട്സ് ഞാൻ കുത്തിയിരുന്നു. നമുക്ക് എന്ത് പ്രൊഡക്ട്സ് ആയിട്ടുള്ളത്? നീ അതൊന്നും തന്നെ ഒന്ന് പറഞ്ഞിട്ടെ. അതായത് മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ മെയിൽസിൽ അധികം പ്രൊഡക്ട്സ് വരുന്നുള്ളൂ. എനിക്കെന്താ പ്രൊഡക്ട്സ് നീ കാണുന്നത്? പൗഡർ പോലും മര്യാദയ്ക്ക് ഞാൻ ഇടില്ല. വല്ലപ്പോഴും ഒരു ഫേസ് വാഷ് ഇട്ടാലായി, പിന്നെ കുറച്ച് സൺസ്ക്രീൻ ഇട്ടാൽ അതുമായി, പിന്നെ കുറച്ച് ഫേസ് ലോഷൻ ഇടും, പിന്നെ കുറച്ച് പൗഡർ ഇടും. അല്ലേ? അതല്ല ഇവള് വന്നതിന് ശേഷം ഞാൻ ഇടുന്നത്. അതിൽ മുന്നേ ഞാൻ ഒരു സാധനം പോലും ഞാൻ ഇടില്ല. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കില്ലായിരുന്നു. അതാണ് എന്റെ ചെറുപ്പത്തിന്റെ നിങ്ങൾ ഈ ചളി കേട്ടിട്ടൊന്നും കളയല്ലേ. വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രോഡക്ട്സ് എടുക്കായിരുന്നു. പിന്നെ ആദ്യം തന്നെ ഇത്രയും കൊടുത്തതിന് കൺഫ്യൂഷൻ ആയിപ്പോ. ഇവനൊരു മൊണ്ണ ആയതുകൊണ്ട് അത്രയും കൊടുക്കാൻ പറ്റില്ല. അപ്പം അതാണ് എന്റെ ദുരിതം. അല്ല, നല്ലതെന്ന് പറയരുത്. അപ്പൊ ഗൈസ്, അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ കുറെ ഫീമെയിൽ പ്രൊഡക്ട്സുമായിട്ട് തന്നെ കുറച്ച് ഇതാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ 6 പോയിന്റിന്റെ വിജയത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇവക്കെതിരെ മെയിൽ പ്രൊഡക്ട്സുമായിട്ട് ഞാൻ വരും. ആ സമയത്തും ഇവിടെ അതേ കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കോ. ഞാൻ ഗൂഗിളിൽ ഇരുന്ന് ചെകനിട്ടുണ്ടെങ്കിൽ നിന്നെ ചവിട്ടി പോകാൻ. ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.